നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെടുകാര്യസ്ഥത മൂലം പൂട്ടിപ്പോയ വാഴാനി വിരിപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽ തുറക്കാൻ സാധ്യത തെളിയുന്നു. മണലിപ്പുഴ ശുചീകരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്ത് മെമ്പർ സുശീല രാജൻ പഞ്ചായത്തിന് മുന്നിൽ കിടപ്പ് സമരം ആരംഭിച്ചു. മണ്ണുത്തി പുന്നമ്പറമ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ബസ് യാത്രക്കിടെ യുവതിയെ കയറിപ്പിടിച്ച നടുമുറി വീട്ടിൽ ജയറാം എന്ന 53-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. നിരന്തര നഷ്ടം മൂലം 2023 ഫെബ്രുവരി 6 അടച്ചുപൂട്ടിയ വാഴാനി വിരിപ്പക്ക സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പുതിയ ചെയർമാനായി കൃപകുമാർ ചാർജ് എടുത്തു. ഏകദേശം 30 കോടി രൂപയോളം ചെലവഴിച്ച് മില്ലിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മില്ല് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾക്ക് കൂലി നൽകാൻ കഴിയാതെ മില്ലിന്റെ പ്രവർത്തനത്തിന് അസംസ്കൃത സാധനങ്ങൾ എത്തിക്കാൻ പണമില്ലാതെ, വൈദ്യുതി ചാർജ് അടയ്ക്കാൻ പണമില്ലാതെ പലവട്ടം ഈ മില്ലിന്റെ പ്രവർത്തനം നിലച്ചുപോയിരുന്നു. ഇതൊരു സഹകരണ മില്ലായിരുന്നതിനാൽ രാഷ്ട്രീയ നിയമനങ്ങൾ ഈ മില്ലിനെ നശിപ്പിച്ചുവെന്നും പറയാം. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മെയ് മാസത്തിലെ മഴയിൽ താലൂക്ക് തലത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കുകൾ തഹസിൽദാർമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. ജില്ലയിലാകെ 4 വീടുകൾ പൂർണ്ണമായും 194 വീടുകൾ ഭാഗികമായും തകർന്നു. 4 പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത്. ഇവ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിലേക്ക് കാലതാമസം കൂടാതെ അപ്ലോഡ് ചെയ്യുവാനും നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കുവാനും കളക്ടർ നിർദ്ദേശം നൽകി. AE പഞ്ചായത്ത് റവന്യൂ വകുപ്പും ഇതിന്റെ വാല്യുവേഷൻ വേഗത്തിൽ പൂർത്തിയാക്കണം. ജില്ലയിലെ ആവശ്യത്തിനുള്ള ക്യാമ്പുകളും സൈക്ലോൺ ഷെൽട്ടറും പ്രവർത്തന സജ്ജമാണെന്നും ഇവയുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണെന്നും യോഗം വിലയിരുത്തി. ദേശീയപാതയിലെ ഡ്രെയിനേജ് സംവിധാനം വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നും കാട് പിടിച്ച് കിടക്കുന്നവ വെട്ടിത്തെളിക്കണമെന്നും കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഡ്രെയിനേജുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും NHAI അറിയിച്ചു. സർവീസ് റോഡുകളിലെ കുഴികൾ രൂപപ്പെടുമ്പോൾ തന്നെ അടച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ദേശീയപാത അതോറിറ്റി എന്നിവരുടെ യോഗം തഹസിൽദാർമാർ വിളിച്ച് മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ആദിവാസി മേഖലകളിലെ ഭക്ഷണ കിറ്റ് വിതരണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ ഡാമുകളിൽ സംഭരണശേഷിയിലും കുറവ് മാത്രമാണ് നിലവിൽ വെള്ളമുള്ളതെന്ന് മേജർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. റൂൾ കർവ് പാലിക്കണമെന്ന് നിർദ്ദേശമുള്ളതിനാൽ ചിമ്മിനി, വാഴാനി ഡാമുകളിലെ റിവർ സ്ലൂയിസ് ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടു. ഡാമുകളിലെ കുളവാഴകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ ക്രസ്റ്റ് ലെവലിന് താഴെയാണ് നിലവിൽ വെള്ളമെന്നും കേരള ഷോളയാറിൽ വെള്ളം കുറവാണെന്നും KCBയും അറിയിച്ചു. ഡാമുകളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വടക്കാഞ്ചേരി പുഴയിലെ മണ്ണ് നീക്കി കനോലി കനാലിലെ തടസ്സങ്ങൾ നീക്കി വെള്ളം ഒഴുകുന്നതിന് പ്രത്യേക ചാല് നിർമ്മിച്ചു. പെരിങ്ങാടിൽ ഡ്രഡ്ജിംഗ് ആരംഭിച്ചതായും അവർ അറിയിച്ചു. ഡാമുകളുടെ സംഭരണശേഷി സംബന്ധിച്ചും റൂൾ കർവ് പാലിക്കുന്നത് സംബന്ധിച്ചും നിരന്തരം നിരീക്ഷിക്കുവാൻ സബ് കളക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കളക്ടർ നിർദ്ദേശം നൽകി. LSGD ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് PWD ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി അശ്വിനി ജംഗ്ഷനിലെ ഡ്രെയിനേജിന്റെ പൊക്കം കൂട്ടി. തൃശൂർ കുറ്റിപ്പുറം റോഡിൽ പുഴയ്ക്കൽ ഭാഗത്ത് കോൺക്രീറ്റിംഗ് പ്രവൃത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാകുമെന്ന് KSTP അറിയിച്ചു. ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ് B, എലിപ്പനി എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പകർച്ചവ്യാധി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി മാപ്പ് ചെയ്ത് പഞ്ചായത്തുകളെ അറിയിച്ചു.
റെയിൽവേ സ്റ്റേഷൻ, റോഡരികുകൾ, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ എലിശല്യം നിയന്ത്രിക്കുവാൻ നടപടികളെടുത്തു. 2 ആഴ്ച കൂടുമ്പോൾ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് യോഗം ചേരും. ആവശ്യഘട്ടങ്ങൾ നേരിടുന്നതിന് വേണ്ട ആംബുലൻസുകൾ തയ്യാറാണ്. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനൈസ് ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ലൈനുകളുടെയും മറ്റും അറ്റകുറ്റപ്പണികൾ പുതുക്കിയതായി KSEB അറിയിച്ചു. അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിന് ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സജ്ജമാണെന്ന് വിവിധ വകുപ്പുകൾ യോഗത്തിൽ അറിയിച്ചു. അലർട്ടുകൾ അനുനിമിഷം മാറാൻ സാധ്യതയുള്ളതിനാൽ അതിന് കാത്തുനിൽക്കാതെ എല്ലാവിധ നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സബ് കളക്ടർ അഖിൽ V മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ സ്മിത റാണി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു പ്രളയമുണ്ടാകാതിരിക്കാൻ മണലിപ്പുഴയുടെ ശുചീകരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആൽപ്പാറ 21-ാം വാർഡ് മെമ്പർ സുശീല രാജന്റെ നേതൃത്വത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ അതിജീവനത്തിനായി കിടപ്പ് സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ഒല്ലൂർ MLA ഒല്ലൂരിന് ദുരന്തമായി മാറിയെന്നും ദുരന്തങ്ങൾ ആഘോഷമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ A പ്രസാദ് പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, മുൻ DCC സെക്രട്ടറി ഭാസ്കരൻ ആദങ്കാവിൽ, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ, ഷൈജു കുര്യൻ, CS ശ്രീജു, ശകുന്തള ഉണ്ണികൃഷ്ണൻ, ബിന്ദു ബിജു, ജിഫിൻ ജോയ്, റെജി പാണങ്കുടിയിൽ, VB ചന്ദ്രൻ, KP എൽദോസ്, ബ്ലസൻ വർഗീസ്, ബാബു പാണങ്കുടിയിൽ, KM പൗലോസ്, AC മത്തായി, രാജു കാവ്യത്ത്, ഷാജി കീരിമുളയിൽ, ബീന ബേബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി അനുഭവമുണ്ടായിട്ടും എന്താണ് ഡാം മാനേജ്മെന്റ് എന്നതിനെ പറ്റി പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഈ സർക്കാർ തയ്യാറാത്ത കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡാം മാനേജ്മെന്റിനെ പറ്റി ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ രാജന് എന്തെങ്കിലും ABCD ഡാം മാനേജ്മെന്റിനെ പറ്റി അറിയാമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ഗതികേട് ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവില്ലായിരുന്നു. രാത്രി പാതിരയ്ക്കാണ് ഡാമിന് ഷട്ടർ തുറന്ന് ഈ നാട്ടിലെ ആളുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലേക്കായത്. വെളുപ്പിനാണ് ഷട്ടർ തുറക്കുന്നത്. കളക്ടർക്ക് രാത്രിയാണ് നോട്ട് ലഭിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാത്ത, അത് മുൻകൂട്ടി കാണാൻ കഴിയാത്ത, കാര്യക്ഷമമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരും അവരെ നയിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ചേർന്നുകൊണ്ടാണ് ഈ നാടിനെ ഇത്തരത്തിൽ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത്. വെൽഡർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മണ്ണുത്തി നടത്തറ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ഏകവത്സര കോഴ്സായ വെൽഡർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഓൺലൈനായി ജൂലൈ 16 വരെ സമർപ്പിക്കാം. 80% സീറ്റ് പട്ടികജാതി വിഭാഗത്തിനും 10% സീറ്റ് പട്ടികവർഗക്കാർക്കും 10% ജനറൽ വിഭാഗം അപേക്ഷകർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും പ്രവേശനം ലഭിക്കും. അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9497366243. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 4. മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വൈദ്യുതി കെണിവെച്ച് കാട്ടുപന്നിയെ പിടികൂടിയ 3 പേരെ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. പട്ടിക്കാട് റേഞ്ചിലെ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ചെന്നായിപ്പാറയിൽ വനത്തിനകത്ത് അതിക്രമിച്ചു കയറി വൈദ്യുതി കെണിയൊരുക്കി കാട്ടുപന്നിയെ പിടികൂടിയ കേസിൽ 3 പേർ അറസ്റ്റിലായി. ചെന്നായിപ്പാറ സ്വദേശി കാലാപ്പറമ്പിൽ വീട്ടിൽ അജിത് കുമാർ, വെള്ളക്കാരിത്തടം സ്വദേശികളായ തറയിൽ വീട്ടിൽ രാജു, പാറക്കുളം വീട്ടിൽ ചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജിക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. പ്രതികളുടെ വീട്ടിൽ നിന്ന് പന്നിയിറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ കൂടാതെ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP സജീവ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ TU രാജ്കുമാർ, ശ്രുതി നായർ, ബിജേഷ് MB, ഫോറസ്റ്റ് ഡ്രൈവർ അനിൽകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പഞ്ഞിയിൽ നിന്നും നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന വിരുപ്പാക്ക തൃശൂർ കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ ചാർജ് എടുത്ത ചെയർമാൻ ഡോക്ടർ KS കൃപകുമാർ സന്ദർശനം നടത്തി. അടച്ചുപൂട്ടിയ മില്ല് എപ്പോൾ പ്രവർത്തന സജ്ജമാകുമെന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. 1985 പ്രവർത്തനം ആരംഭിച്ച മില്ല് ഒട്ടേറെ പ്രതിസന്ധികളിൽ നട്ടം തിരിഞ്ഞ് 2023 ഫെബ്രുവരി 6 താഴിട്ടുപൂട്ടി. മില്ലിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കാൻ സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറും ടെക്സ്റ്റൈൽസ് കൈത്തറി വകുപ്പ് ഡയറക്ടറും പരിസരവാസിയുമായ ഡോക്ടർ KS കൃപകുമാറിനെ മില്ലിന്റെ സാരഥിയാക്കി. സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് തൊഴിലാളി നേതാക്കളുമായും മില്ലിന്റെ പ്രൗഢി തിരിച്ചെടുക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾക്ക് പൂർണ്ണ സഹകരണവും ചെയർമാൻ മില്ല് സന്ദർശന വേളയിൽ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 25 MD ആയിരുന്ന ശ്രീകുമാറിനെ മാറ്റി AB തോമസിനെ MD സ്ഥാനത്തേക്ക് നിയമിച്ചിരുന്നു. ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഒട്ടേറെ കടമ്പകൾ കടക്കണം. വൻ തുക കുടിശ്ശികയുള്ളതിനാൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണം. വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം നൽകണം. 2.5 വർഷമായി തൊഴിലാളികളുടെ ജീവിതവും നരകതുല്യമാണ്. പഴയ മെഷീനുകളെല്ലാം തുരുമ്പെടുത്തു. പുതിയത് ഇറക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കാലതാമസമില്ലാതെ പ്രവർത്തിപ്പിക്കണം. മേഞ്ഞ ഷീറ്റുകളെല്ലാം വാനരപ്പടയുടെ വിളയാട്ടത്തിൽ തകർന്ന് തരിപ്പണമായി. സ്റ്റോക്കുണ്ടായിരുന്ന പഞ്ഞിക്കെട്ടുകളെല്ലാം നിരീക്ഷണവും പരിപാലനവും ഇല്ലാത്ത സാഹചര്യത്തിൽ മുള്ളൻ പന്നികൾ നശിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ KS കൃപകുമാർ, MD AB തോമസ്, ടൈം കീപ്പർ P മൊയ്തു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, വിവിധ രാഷ്ട്രീയ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. 2023 ഫെബ്രുവരി 6 അടച്ചുപൂട്ടിയ ഈ സ്പിന്നിങ്ങിൻ്റെ തുറക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇതിൻ്റെ ചെയർമാൻ നിലയ്ക്ക് തന്നെ അത് നിയോഗിച്ചത്. അപ്പോൾ MD ഉണ്ട്, ഡയറക്ടർ ശ്രീ പ്രമോദ് അദ്ദേഹമുണ്ട്, മറ്റേ ജീവനക്കാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും നമ്മുടെ ഈ ഇതിനൊപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ മില്ല് സന്ദർശിച്ചു. എന്താ പറയുക, വലിയൊരു അസൈൻമെൻറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. തുറക്കുക എന്നുള്ളതൊരു എന്താ പറയുക, ഏതൊക്കെ ലെവലിൽ ചർച്ച ചെയ്ത് വേണം അത് തുറക്കാൻ. കാരണം ഒരുപാട് ബാധ്യതയുള്ള ഒരു മില്ലായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. KSEBിലും GSTയിലും അതുപോലെ തന്നെ റവന്യൂ റിക്കവറി നടക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഈ സ്ഥാപനത്തിൽ സന്ദർശിക്കുന്നത്. ഏകദേശം ഒരു 30 കോടി രൂപയുടെ അടുത്തുള്ള റിനോവേഷൻ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ മെയിൻ്റനൻസ് നടത്തിയിട്ട് അത് തുറക്കേണ്ട ആ ഒരു ഘട്ടത്തിലേക്കും കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു സന്ദർശനമാണ്. നമ്മൾ ഹയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിതലത്തിലൊക്കെ MLA ഒക്കെ സന്ദർശിച്ച് സംസാരിച്ച ശേഷമായിരിക്കും അടുത്തൊരു നടപടി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പോരെ.
മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി പേർ. ജൂൺ 12, 13 വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. 12 വൈകിട്ട് 5:45 നടത്തിയ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ചടങ്ങുകൾക്ക് ഫാദർ പോളി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവയും 9 മണിക്ക് നടത്തിയ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ നോബി അമ്പൂക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിറിൽ എടമന തിരുനാൾ സന്ദേശം നൽകി. ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ മിശിഹായെ, അന്ധകാരമയമായ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ ഈ തിരികൾ തയ്യാറാക്കണമെന്ന് മൂശയോട് കൽപ്പിച്ച ദൈവമേ, ഈ തിരികൾ ആശീർവദിക്കണമേ. അന്ധകാരമെല്ലാം അകറ്റുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശമാനമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിക്ഷേപങ്ങൾ നിറച്ചവനെ, ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായങ്ങേ മുൻപിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാറിസ സഹായമേകണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. അപരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ. വിശുദ്ധനാമന്തോണീസിൻ നിർമ്മലമാകും അനുസ്മരണം.
അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: കൊയ്ത്ത് വളരെ, വേലക്കാരോ വിരളം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്നാദ്യമേ ആശംസിക്കണം. എന്നും നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങളെ കണ്ടെത്തുവാനുള്ള സഹായി എന്നുമൊക്കെ നമ്മൾ വിളിച്ച് വണങ്ങുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ ഈ തിരുനാൾ നമ്മൾ ഒന്നു ചേർന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിൽ ആയിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇന്ന് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേകമായ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ, അനുഗ്രഹങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നു കൊള്ളട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, 1195 ജനിച്ച് 1231 മരിച്ച, വെറും 36 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച ഒരു സാധാരണ വൈദികനായിരുന്ന വിശുദ്ധ അന്തോണീസ്. ഈ അന്തോണീസ് ഈ കൊച്ചു പ്രായത്തിൽ വെറും 36 വയസ്സിനുള്ളിൽ ലോകം മുഴുവനും കീഴടക്കുന്ന വലിയ വിശുദ്ധനായി, അത്ഭുത പ്രവർത്തകനായി, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനായി ഈ ചെറുപ്രായത്തിൽ ഒരു 36 വർഷം കൊണ്ട് മാറിയെങ്കിൽ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് അന്തോണീസിനെ വിശുദ്ധ അന്തോണീസാക്കി മാറ്റിയതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കണമേ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ ഊട്ടുനേർച്ച ഭക്ഷണ വിതരണവും ഒരുക്കിയിരുന്നു. നിരവധി പേരാണ് ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയത്. പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമ്മൽ, സഹവികാരി ഫാദർ നിതിൻ പൊന്നാരി, ജനറൽ കൺവീനർ പോളി നെല്ലിശ്ശേരി, ട്രസ്റ്റിമാരായ ജോണി കൂള, പി സണ്ണി, ആൻഡോ ചാലിശ്ശേരി, നോബി, അനിൽ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുനാളിൻ്റെ ഭാഗമായി വിവിധ കാരുണ്യ പ്രവൃത്തികളും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള അറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായി വൈകുന്നേരം 4 മണിക്ക് ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ ജില്ലയിലെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും. പുന്നമ്പറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു.
തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി സഹകാർമ്മികനായി. തുടർന്ന് പള്ളിയുടെ ഹാർമണി ഹാളിൽ ഊട്ടുനേർച്ച ആശീർവാദവും വിതരണവും നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോജോ എടത്തുരുത്തി, മദർ സിസ്റ്റേഴ്സ് ടെലസി, ജനറൽ കൺവീനർ CR വർഗീസ്, കൈക്കാരന്മാരായ വിൻസെന്റ് തോമസ്, VP സാൻജോ, VT ജിനോ, VJ ഡേവിസ്, കൺവീനർമാരായ ജോണി ചുറ്റിലപ്പള്ളി, ടോമി ആന്റോ, VJ ജോജു, ജോൺസൺ ചിറക്കേക്കാരൻ, PP ഡേവിസ്, റെയ്സൺ അക്കര, TV റപ്പായി, KG സിംപ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ബിൻഡോസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC ബിന്ദുസ് അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. ബസ് യാത്രക്കിടെ യുവതിയെ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. മേത്തല പറമ്പിക്കുളങ്ങര സ്വദേശി നടുമുറി വീട്ടിൽ ജയറാം എന്ന 53 വയസ്സുകാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി ജയറാമിനെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ 8 പോക്സോ കേസുകളും ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പൊതുസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെ അക്രമം നടത്തിയ കേസിലും ആളൂർ പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കടിമപ്പെട്ട് പൊതുജന ശല്യമുണ്ടാക്കിയ കേസിലും പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ, CPOമാരായ സുജിത്, ഷാബു എന്നിവർ ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലെ പ്രതി റിമാൻഡിൽ. അറസ്റ്റ് ചെയ്തത് ഹിമാചൽ പ്രദേശിൽ നിന്ന്. പരാതിക്കാരിയുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ഇയാൾ സമാനമായ മറ്റ് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും തട്ടിപ്പിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SIമാരായ സലീം K, തോമസ് PF, CPO വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി പണം അയച്ചതായി വിശ്വസിപ്പിച്ചതിന് ശേഷം ജ്വല്ലറിയിൽ നിന്നും സ്വർണവുമായി മുങ്ങിയ കേസിലെ മുഖ്യപ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. പെരിഞ്ഞനം 3 പീടികയിലെ ജ്വല്ലറിയിൽ നിന്ന് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ശേഷം ജ്വല്ലറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചതിന് വ്യാജ റെസീറ്റ് ജീവനക്കാരെ കാണിച്ച് കടന്നുകളഞ്ഞ സംഭവത്തിൽ പ്രതിയായ കണ്ണൂർ സ്വദേശി അഭിഷേക് എന്നയാളെയാണ് കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം റിമാൻഡ് ചെയ്യുന്നതിനായി കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ 2ാം പ്രതി അപ്പാച്ചി എന്ന് വിളിക്കുന്ന അഷ്റഫിനെ
കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അഷ്റഫും അഭിഷേകും ഒന്നിച്ചാണ് തട്ടിപ്പിനായി കാർ വാടകയ്ക്കെടുത്ത് 3 പീടികയിലേക്ക് വന്നത്. തട്ടിപ്പിന് മുൻപ് കാർ വിദഗ്ധമായ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച ശേഷം അഭിഷേകാണ് തട്ടിപ്പിനായി ജ്വല്ലറിയിലേക്ക് എത്തിയത്. തട്ടിപ്പ് നടത്തിയതിനു ശേഷം തിരിച്ചു വന്ന് രണ്ടുപേരും കാറിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രതികൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, CPO സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി സജീഷ് കുമാറിനെയാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നും ഇയാൾ കോടികൾ ഫിക്സഡ് ഡെപ്പോസിറ്റായി സ്വീകരിച്ചതിന് ശേഷം നാളിതുവരെയായി പലിശ നൽകാതെയും നിക്ഷേപിച്ച തുക നൽകാതെയും തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ പ്രസന്നകുമാർ, മുഹമ്മദ് റാഫി, ASI ഷാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെടുകാര്യസ്ഥത മൂലം പൂട്ടിപ്പോയ വാഴാനി വിരിപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽ തുറക്കാൻ സാധ്യത തെളിയുന്നു. മണലിപ്പുഴ ശുചീകരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്ത് മെമ്പർ സുശീല രാജൻ പഞ്ചായത്തിന് മുന്നിൽ കിടപ്പ് സമരം ആരംഭിച്ചു. മണ്ണുത്തി പുന്നമ്പറമ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ബസ് യാത്രക്കിടെ യുവതിയെ കയറിപ്പിടിച്ച നടുമുറി വീട്ടിൽ ജയറാം എന്ന 53-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.